ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ ഈ വീഡിയോയിൽ ലാബർ കോസ്റ്റ് വേരിയൻസിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 100% കോൺസെപ്റ്റ് ഞാൻ എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അതും പ്രൊഡക്ഷൻ ഫേമിനെ പറ്റിയിട്ടല്ല എപ്പോഴും പറയാറ്. ഞാൻ പ്രൊഡക്ഷൻ ഫേമിനെ പറ്റിയിട്ട് എക്സാമ്പിൾ മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു, സർവീസ് സെക്ടറിനെ പിടിക്കുന്നു. സർവീസ് സെക്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി പറയാം. ഈ CACM ഒക്കെ നടത്തുന്നത് നമ്മൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയിട്ട് പറയാം. നിങ്ങൾ ആരാണ്? ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ഓണേഴ്സ്. ഓക്കെ, നിങ്ങളാണ് ബിസിനസ് ചെയ്തത്, ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നത്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോ കോസ്റ്റിംഗ് എടുക്കാൻ വേണ്ടിയിട്ട്, കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ പേപ്പർ ഇല്ലേ, കോസ്റ്റിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് സാധാരണ രീതിയിൽ 120 മണിക്കൂർ എടുക്കും. അതായത് 120 മണിക്കൂറാണ് ശരിക്കും കോസ്റ്റിംഗ് എടുക്കാൻ വേണ്ടി വരുന്ന സമയം, ക്ലാസ് എടുക്കാൻ വേണ്ടി വരുന്ന സമയം. റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലേ എല്ലാവരും വാങ്ങുന്ന റേറ്റ്, ഇപ്പൊ നിങ്ങൾ എന്നെയാണ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എല്ലാവരും വാങ്ങുന്ന റേറ്റ്, ഞാൻ ചുമ്മാ എക്സാമ്പിൾ പറയുന്നതാണ് കേട്ടോ, ഇതൊക്കെ കുറെയൊക്കെ തള്ളുണ്ടാവും. 1000 രൂപയാണെന്ന് വിചാരിക്കാം, ചുമ്മാ വെറുതെ കിടക്കട്ടെ. 1000 രൂപയാണെന്ന് വിചാരിക്കാം. 1000 രൂപയ്ക്ക് നിങ്ങൾ തന്നെ എടുക്കുമായിരിക്കും അല്ലെ? അപ്പൊ 120 മണിക്കൂറാണ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ പേപ്പർ തീരാൻ വേണ്ടിയിട്ട് വരേണ്ടത്. കോസ്റ്റിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ അല്ലാണ്ട് വേറെ ആരും എടുത്താലും 120 മണിക്കൂറാണ്. ഓക്കെ, ഇനി മണിക്കൂറിന് എത്രയാണ്? ഞാൻ ആവറേജ് 1000 രൂപയാണെന്ന് വിചാരിക്കാം. 1000 ആണ് ഓൾമോസ്റ്റ് എല്ലാ ഫാക്കൽറ്റീസും വാങ്ങുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ പേപ്പർ, കോസ്റ്റിംഗ് ക്ലാസ് കഴിയുമ്പോൾ അല്ലെങ്കിൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ പേപ്പർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി വരുന്ന ചെലവ് എത്രയായിരുന്നു? 1,20,000 രൂപ അല്ലേ വരേണ്ടിയിരുന്നത്? ഇതിനെയാണ് നമ്മൾ എന്താ പറയാ, സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയാ അല്ലെ? നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വരേണ്ടിയിരുന്ന കോസ്റ്റ് അല്ലേ? പക്ഷേ ആക്ച്വലി വന്നത് ട്വിസ്റ്റ്, ആക്ച്വൽ കോസ്റ്റ് എന്ന് പറയുന്നത് 1,50,000 രൂപയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 30,000 രൂപ എക്സ്ട്രാ കോസ്റ്റ് വന്നില്ലേ? മനസ്സിലാവുന്നുണ്ടോ? 30,000 രൂപ എക്സ്ട്രാ കോസ്റ്റ് വന്നു. ഇത് നിങ്ങൾ നോക്കി നോക്കിയേ, 120 മണിക്കൂർ കൊണ്ട് തീരേണ്ട ക്ലാസ് 1000 രൂപയാണ് മണിക്കൂറിന് എല്ലാവരും വാങ്ങുക. 1,20,000 രൂപയ്ക്ക് വരേണ്ട സംഭവം 1,50,000 രൂപ വന്നു. അപ്പൊ 30,000 രൂപ കൂടുതൽ നിങ്ങൾക്ക് കോസ്റ്റ് ആയില്ലേ? മനസ്സിലായില്ലേ? അതിനനുസരിച്ച് നിങ്ങളെ പ്രോഫിറ്റ് കുറയില്ലേ? 1,20,000 രൂപയ്ക്ക് കഴിയേണ്ട ക്ലാസ് 1,50,000 രൂപയ്ക്കാണ് തീർന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് നഷ്ടല്ലേ? 30,000 രൂപ കൂടുതൽ കോസ്റ്റ് വന്നില്ലേ? അപ്പൊ ഈ 30,000 രൂപ കൂടുതൽ കോസ്റ്റ് വരാനുണ്ടായ റീസൺ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായില്ലേ? ഈ റീസൺ ഉണ്ടല്ലോ, ഇതിനെയാണ് ലേബർ കോസ്റ്റ് വേരിയൻസ് എന്ന് പറയാം. കോസ്റ്റ് എക്സ്ട്രാ വന്നില്ലേ? ലേബർ കോസ്റ്റ് കൂടിയില്ലേ? ഫാക്കൽറ്റി പേയ്മെന്റ് കൂടിയില്ലേ? ഫാക്കൽറ്റി ലേബർ അല്ലേ? വേരിയബിൾ കോസ്റ്റ് അല്ലേ? 1,20,000 രൂപ സംഭവിക്കേണ്ട സ്ഥലത്ത് 1,50,000 രൂപയായില്ലേ? 30,000 രൂപയുടെ കോസ്റ്റ് 30,000 രൂപയല്ലേ? ഓക്കെ, 30,000 രൂപ അല്ലേ കൂടുതൽ വന്നത്? വരാനുണ്ടായ റീസൺ ആക്ച്വലി 3 റീസണുകളാണ് ഉള്ളത്. നിങ്ങൾ പല കുട്ടികളും മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്, ലേബർ കോസ്റ്റ് വേരിയൻസ് ഫോർമുല നോക്കുമ്പോൾ സെയിം തന്നെയാണ്. കാരണം ആകെ വ്യത്യാസം അവിടെ കിലോഗ്രാം ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഹവർ. അപ്പൊ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് പഠിച്ചു കഴിഞ്ഞാൽ ലേബർ കോസ്റ്റ് വേരിയൻസ് പഠിച്ചു പോലെ അല്ലേ? ഞാൻ പഠിക്കുമ്പോൾ അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. അത് കാരണം തന്നെ എക്സാമിന് എനിക്കത് കറക്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഭാഗ്യത്തിന് പാസ്സായി, അല്ലെങ്കിൽ ഞാൻ പെട്ടേനെ. എങ്ങനെ പഠിച്ചിരുന്ന എങ്ങനെ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസോ ലേബർ കോസ്റ്റ് വേരിയൻസോ നോക്കും. ഹൈ, 2 ഫോർമുല ഒന്ന് തന്നെയാണല്ലോ, അപ്പൊ ഒരെണ്ണം പഠിച്ച പോലെ അല്ലെ? വെറുതെയാ, വ്യത്യാസമുണ്ട്. നിങ്ങൾ തമാശ കളിക്കരുത് കേട്ടോ, വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്താണെന്ന് ഈ കോൺസെപ്റ്റിൽ ജസ്റ്റ് ഒരു 10 മിനിറ്റ് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവരും റെഡി അല്ലേ? അപ്പൊ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് കമ്പ്യൂട്ടേഷനും ലേബർ കോസ്റ്റ് വേരിയൻസ് കമ്പ്യൂട്ടേഷനും ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. അതിൻ്റെതായ ഓരോത്തിനും അതിൻ്റെതായ കോൺസെപ്റ്റ് ഉണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ പഠിച്ചാലേ ഏത് ക്വസ്റ്റ്യൻ വന്നാലും അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഞാൻ പറയുന്നത് 1,20,000 രൂപയ്ക്ക് കഴിയേണ്ട ക്ലാസ് ലേബർ കോസ്റ്റ് വരേണ്ടടുത്ത് 1,50,000 രൂപ വന്നില്ലേ? 30,000 രൂപ കൂടുതൽ വന്നില്ലേ? എന്റെ റീസൺ എന്തായിരിക്കും എന്നറിയോ? കേസ് 1, ഒന്നാമത്തെ കേസ് പറയുന്നുണ്ട്. കേസ് 1, അതായത് ആഷിഖ് സാർ ഉണ്ടല്ലോ, ₹1000 അല്ല എല്ലാവരും വാങ്ങാറ്. 1000 വാങ്ങേണ്ട സ്ഥാനത്ത് ഞാൻ പറഞ്ഞു പറ്റില്ല, 1,250 രൂപ വേണം, എനിക്ക് 250 രൂപ കൂടുതൽ വേണം. അത് ലീഡിങ് ഫാക്കൽറ്റി ചുമ്മാ പറഞ്ഞതാ. അപ്പൊ 1000 രൂപ വേണ്ട സ്ഥാനത്ത് 1000 രൂപ വരാനുള്ള സ്ഥാനത്ത് ആഷിഖ് സാർ 1,250 രൂപ പറഞ്ഞു, 250 രൂപ കൂടുതൽ പറഞ്ഞു. മനസ്സിലായില്ലേ? ആഷിഖ് സാർ എത്ര ഹവറാണോ പണിയെടുത്തത്, അല്ലെങ്കിൽ എത്ര ഹവറാണോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടായത്, അതിനനുസരിച്ച് 250 രൂപ കൂടുതൽ കൊടുക്കേണ്ടി വരൂലേ? മനസ്സിലായില്ലേ? അപ്പൊ 250 ഇൻറ്റു എത്ര ഹവർ? ആഷിഖ് സാർ എഫിഷ്യന്റാ. എത്ര മണിക്കൂറിനാ തീരേണ്ടത്? 120 മണിക്കൂറിനല്ലേ? 120 മണിക്കൂറിന് തന്നെ തീർത്ത് വെച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? 120 ഹവേഴ്സ് കൊണ്ട് തന്നെ ആഷിഖ് സാർ എടുത്തത്. ആഷിഖ് സാർ എഫിഷ്യന്റാ. മനസ്സിലായില്ലേ? കൂടുതലൊന്നും എടുത്തില്ല. കൂടുതൽ 150 മണിക്കൂറൊക്കെ എടുത്താൽ ഇവിടെ എന്ത് വരും? 120 പകരം 150 തന്നെ വരും. മനസ്സിലായില്ലേ? അപ്പൊ ആക്ച്വലി കൊടുത്തിട്ടുള്ള എത്ര ഹവറിന്റെ ആണോ ആക്ച്വൽ ഹവർ പെയ്ഡ് ആണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ എത്രയാണ് ആക്ച്വൽ ഹവർ? യെസ്, ആക്ച്വൽ ഹവർ പെയ്ഡ് ആണ്. എത്ര ഹവർ ആണ്?
120 ഹവർ കൊണ്ട് തന്നെ ആഷിഖ് സാർ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ, ആഷിഖ് സാറിനെ പറ്റി പറയാറുണ്ട്, 9 മണിയുടെ ക്ലാസ്സിന് കറക്റ്റ് 9 മണിക്ക് വരും, 5 മണിയുടെ ക്ലാസ്സിന് കറക്റ്റ് 5:30 വിടും അല്ലെ. അപ്പോ ചുമ്മാറിനാണ്. അപ്പൊ 120 മണിക്കൂർ അല്ലെ, 120 മണിക്കൂർ പണിയെടുത്തിട്ടുണ്ട്. എഫിഷ്യന്റ് ആണ്. 120 മണിക്കൂർ കൊണ്ട് എടുക്കേണ്ട ക്ലാസ് 120 മണിക്കൂർ കൊണ്ട് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോ എന്താ ഫോർമുല വരാ, സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ റേറ്റ് ഇൻറ്റു ആക്ച്വൽ ഹവർ പെയ്ഡ്. അല്ല സാറേ, ആക്ച്വൽ ഹവർ ഇപ്പോ ആഷിഖ് സാർ 150 മണിക്കൂറാണ് എടുത്തതെന്നുണ്ടെങ്കിലോ, 120 പകരം 150 മണിക്കൂറാണ് എടുത്തതെന്നുണ്ടെങ്കിൽ ഇവിടെ 150 വരും. മനസ്സിലായില്ലേ? അപ്പോ ആക്ച്വൽ ഹവർ ആണ് ഇവിടെ ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. അപ്പൊ ആഷിഖ് സാർ 120 കൊണ്ട് തന്നെ എടുത്തു. 120 മണിക്കൂർ കൊണ്ട് എടുക്കേണ്ട ജോലി 120 മണിക്കൂർ കൊണ്ട് തന്നെ എടുത്തു. അങ്ങനെയാണെന്ന് ഹവർ ഒന്നും കൂടുതൽ എടുത്തിട്ടില്ല. അങ്ങനെയാണ് 250 രൂപ കൂടുതൽ വേണമെന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? 1000 രൂപയ്ക്ക് പകരം 1250 രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പൊ 250 രൂപ കൂടുതൽ വേണമെന്ന് പറഞ്ഞല്ലേ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 250 ഇൻറ്റു 120, അങ്ങനെയാണ് 30,000 രൂപ കൂടിയേക്കുന്നത്. ആഷിഖ് സാറിന്റെ റേറ്റ് കൂട്ടിയോണ്ടാണ്. ഇനി അടുത്ത ക്ലാസ്സിന് ആഷിഖ് സാറിനെ വിളിക്കേണ്ട, വേറെ ഏതെങ്കിലും ഫാക്കൽറ്റിയെ അറേഞ്ച് ചെയ്യാം അല്ലെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ആക്ച്വൽ റേറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1250 ആണ്. 250 രൂപ ആഷിഖ് സാർ കൂടുതൽ കൂട്ടിയത് കൊണ്ടാണ് എന്ത് വന്നിട്ടുള്ളത്, 30,000 രൂപയുടെ എക്സ്ട്രാ കോസ്റ്റ് വന്നിട്ടുള്ളത്. കേസ് 1 ഓക്കെ ആണോ? കേസ് 1 എന്തെന്ന് പറയും? ലേബർ റേറ്റ് വേരിയൻസ്. ഓക്കെ, ലേബർ റേറ്റ് വേരിയൻസ്. അതായത് ലേബേഴ്സ് റേറ്റ് കൂട്ടുമ്പോഴാണ് എന്ത് വരുന്നത്, ഈ 30,000 രൂപ വന്നിട്ടുള്ളത്. ഐ മീൻ 1000 രൂപയ്ക്ക് എടുക്കേണ്ട ജോലി ഞാൻ 1250 രൂപ വേണമെന്ന് പറഞ്ഞ മണിക്കൂറിന്. ഒരു മണിക്കൂറിന് 1000 രൂപയ്ക്ക് എടുക്കണ ജോലി 1250 രൂപ വേണമെന്ന് പറഞ്ഞു. 250 രൂപ കൂടുതൽ ചോദിച്ചു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര മണിക്കൂറാണോ പണിയെടുത്തത്, എത്ര മണിക്കൂറിനാണോ ഉള്ളത്, അതിനനുസരിച്ച് 250 രൂപ കൂടുതൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണ് 30,000 രൂപ വന്നത്. മനസ്സിലായല്ലോ? ഇനി കേസ് 2. അതായത് 120 മണിക്കൂർ കൊണ്ടല്ലേ ക്ലാസ് തീർക്കേണ്ടത്. ആഷിഖ് സാർ അത് 150 മണിക്കൂർ കൊണ്ടാണ് തീർത്തത്. മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെയാ? 120 മണിക്കൂർ കൊണ്ട് തീർക്കേണ്ട ക്ലാസ് 150 ഹവർ കൊണ്ടാണ് തീർത്തതെന്ന് വിചാരിക്കാം. റേറ്റ് ഒന്നും കൂട്ടിയിട്ടില്ല, പാവം സാർ, റേറ്റ് ഒന്നും കൂട്ടിയിട്ടില്ല. അപ്പൊ എക്സ്ട്രാ എടുത്തിട്ടുള്ള ഹവർ എത്രയാണ്? 30 ഹവർ അല്ലേ. അത് എന്തുകൊണ്ടായിരിക്കും? ആഷിഖ് സാറിന് എഫിഷ്യന്റ് അല്ലാത്തതുകൊണ്ട് അല്ലെ. സാധാരണ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഫ്രഷേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് 120 മണിക്കൂർ കൊണ്ട് എടുക്കുന്ന ക്ലാസ് അവർക്ക് ചിലപ്പോൾ അത് എടുക്കാൻ പറ്റണമെന്നില്ല. അവർ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലാതെ അത്ര എഫിഷ്യൻസി ഉണ്ടാവില്ല. എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് കറക്റ്റ് 120 മണിക്കൂർ കൊണ്ട് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഏതൊരു ജോലി ആയി കഴിഞ്ഞാലും കുറച്ച് ഹവർ, സാധാരണ വരേണ്ട ഹവറിനേക്കാൾ കൂടുതൽ ഹവർ എടുക്കേണ്ടി വരും. മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ ചിലപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ തന്നെ അവർക്ക് എഫിഷ്യൻസി ഇല്ലാന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും, ശരിക്കും വരണ്ട 120 മണിക്കൂർ കൊണ്ട് എടുക്കേണ്ട ജോലി അവർ അതിൽ കൂടുതൽ സമയം എടുക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയേ, ആഷിഖ് സാറിന് എഫിഷ്യൻസി ഇല്ല. 120 മണിക്കൂർ കൊണ്ട് എടുക്കേണ്ട പണി ആഷിഖ് സാർ 150 മണിക്കൂർ കൊണ്ട് എടുത്തു. 30 മണിക്കൂറല്ലേ കൂടുതൽ എടുത്തത്. അപ്പൊ 30 മണിക്കൂറിന് കൂടുതൽ പൈസ കൊടുക്കേണ്ട വന്നില്ലേ. ആഷിഖ് സാറിന് പകരം വേറെ ആരെങ്കിലും അറേഞ്ച് ചെയ്തിരുന്നെങ്കിൽ 1,20,000 രൂപയ്ക്ക് തീരേണ്ട ജോലി ഇവിടെ 1,50,000 രൂപ ആയില്ലേ. എത്രയായി? 1,50,000 രൂപ ആയില്ലേ. അപ്പൊ 30,000 രൂപ കൂടാനുള്ള റീസൺ എന്താ? 30 ഹവർ കൂടുതൽ എടുത്തോണ്ടാ. 120 മണിക്കൂർ കൊണ്ട് എടുക്കേണ്ട ജോലി 150 മണിക്കൂർ പിടിച്ചോണ്ടാ. എഫിഷ്യൻസി ഇല്ലാത്തതുകൊണ്ടാ അല്ലേ. അപ്പൊ ഇതിനെന്തെന്ന് പറയും? ലേബർ എഫിഷ്യൻസി വേരിയൻസ് എന്ന് പറയും. കഴിഞ്ഞിട്ടില്ല, ഇനി എനിക്ക് പറയാനുള്ള കൂടി കേക്ക്. ആഷിഖ് സാറ് എന്താ പറഞ്ഞേ? 120 മണിക്കൂർ കൊണ്ട് എടുക്കേണ്ട ജോലി 150 മണിക്കൂർ കൊണ്ട് എടുത്തു എന്നല്ലേ. അങ്ങനെ ഇൻറ്റു 1000 അല്ലേ, 30,000 രൂപ വന്നല്ലേ. ഞാൻ പറയാണ് ഉണ്ടമ്പൊരി, ഞാനവിടെ ക്ലാസ് എടുക്കാൻ വന്നപ്പോഴേ 30 ഹവറില് 10 ഹവർ എന്തായിരുന്നു? ഐഡിയൽ ടൈം ആയിട്ട് പോയിരുന്നു. ഐഡിയൽ ടൈം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ കേൾക്കണം. ഞാൻ പ്രൊജക്ടറിലാണ് ക്ലാസ് എടുക്കുക. മനസ്സിലായില്ലേ? കാരണം എനിക്ക് പ്രസന്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രൊജക്ടർ വേണം. പ്രൊജക്ടർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇലക്ട്രിസിറ്റി വേണം. ഇലക്ട്രിസിറ്റി പോയി എന്ന് വിചാരിക്കുക. അപ്പൊ അവിടെ എന്ത് വേണം? ജനറേറ്റർ വേണം. ജനറേറ്ററും പോയി എന്ന് വിചാരിക്കുക. അപ്പൊ എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റുമോ? ഇല്ല. ഇതിനെയാണ് ഐഡിയൽ ടൈം എന്ന് പറയാം. ഇത് എന്റെ കുറ്റം കൊണ്ടാണോ? നിങ്ങൾ പറഞ്ഞല്ലോ 120 മണിക്കൂർ കൊണ്ട് എടുക്കേണ്ട ജോലി ഞാൻ 150 മണിക്കൂർ കൊണ്ടാണ് എടുത്തതെന്ന്. 30 മണിക്കൂർ ഞാൻ കൂടുതൽ എടുത്തു എന്ന് പറഞ്ഞു. അതില് 10 മണിക്കൂർ ഞാൻ കാരണം വന്നതാണോ? അല്ല. എന്തുകൊണ്ടാ? കറണ്ട് പോയപ്പോ പ്രൊജക്ടർ ഓൺ ആവില്ല. പ്രൊജക്ടർ ഓൺ ആയില്ല എന്നുണ്ടെങ്കിൽ വെറുതെ ഞാൻ നിൽക്കേണ്ടി വരും. വെറുതെ നിന്ന് കഴിഞ്ഞാലും ഞാൻ പൈസ വാങ്ങും. മനസ്സിലായില്ലേ? കാരണം എന്താ? അത് എന്റെ കുറ്റം കൊണ്ടാണ്, ഞാൻ ജോലി ചെയ്യാത്തോണ്ടാണ്.
അല്ലെങ്കിൽ എന്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ? നിങ്ങളുടെ പ്രശ്നം കൊണ്ടല്ലേ, കമ്പനിയുടെ പ്രശ്നം കൊണ്ടല്ലേ. കമ്പനി ശ്രദ്ധിക്കണ്ടേ? അതായത് ഇലക്ട്രിസിറ്റി പോവാ, ജനറേറ്റർ പോവാന്ന് പറഞ്ഞാൽ കമ്പനിയുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. അൺഎക്സ്പെക്ടഡ് ആയിട്ട് പ്രതീക്ഷിക്കാണ്ട് വരുന്നതല്ലേ. ഇലക്ട്രിസിറ്റി പോവാ, ജനറേറ്റർ കംപ്ലൈന്റ് ആവുക, ഇതൊക്കെ പ്രതീക്ഷിക്കാതെ വരുന്നതല്ലേ. അപ്പോ എന്ന് വെച്ചിട്ട് ചിലപ്പോ 10 ദിവസമാണ് ഞാൻ ക്ലാസ് എടുത്തതെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും 20 ദിവസത്തെ ക്ലാസ് ആണ്. 20 ദിവസത്തെ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ 120 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 20 ദിവസത്തെ ക്ലാസ് ആണ് കോസ്റ്റിംഗിന്റെ ക്ലാസ്. അപ്പൊ 20 ദിവസത്തെ ക്ലാസ്സിൽ എല്ലാ ദിവസവും അരമണിക്കൂർ വെച്ചിട്ട് കറണ്ട് പോയിട്ടുണ്ട്. അപ്പൊ അരമണിക്കൂർ ഞാൻ ചുമ്മാ ഇരിക്കും. അപ്പൊ ഞാൻ അരമണിക്കൂർ വെറുതെ അവിടെ ഇരുന്നേന്, അരമണിക്കൂർ അവിടെ ഇരുന്നേന് പൈസ വേണ്ടാന്ന് പറയോ? ഇല്ല, ഞാൻ പൈസ വാങ്ങും. മനസ്സിലായില്ലേ? അപ്പോ അരമണിക്കൂറിനും എനിക്ക് പൈസ തരേണ്ടി വരൂലേ? തരേണ്ടി വരും. കാരണം അതെന്റെ പ്രശ്നം കൊണ്ടാ. നിങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു. ജനറേറ്ററെ പുതിയത് വാങ്ങിച്ചു വെക്കണമായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോ ഐഡിയൽ ടൈം എന്താന്ന് മനസ്സിലായോ? അൺഎക്സ്പെക്ടഡ് ആയിട്ട് പോകുന്ന സമയം. ആ സമയത്തിന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പൈസ കൊടുക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രൊജക്ടർ ഇല്ല, പ്രൊജക്ടർ വർക്ക് ചെയ്തില്ല, അരമണിക്കൂറോളം ഒരു ദിവസം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 10 മണിക്കൂർ, 20 ദിവസം ക്ലാസ് എടുത്തപ്പോ 10 മണിക്കൂർ ഞാൻ എന്ത് ചെയ്യേണ്ടി വന്നു? ഐഡിയൽ ടൈം ആയിട്ട് ഇരിക്കേണ്ടി വന്നു. അപ്പൊ അതിനുള്ള പൈസ എനിക്ക് തന്നേ പറ്റൂ, അല്ലെ? അങ്ങനെ കൊടുക്കും. അപ്പോ ലേബറിന്റെ എഫിഷ്യൻസി ഇല്ലാത്തത് കൊണ്ടാണോ 10 മണിക്കൂർ? അല്ല, ലേബറിന്റെ എഫിഷ്യൻസി ഇല്ലാത്തതുകൊണ്ടല്ല, അത് കമ്പനിയുടെ മിസ്റ്റേക്കാണ്. അപ്പോ എന്റെ മിസ്റ്റേക്ക് എന്താ? ശരിയാ സാറേ, ഞാനൊരു 20 ഹവർ കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഓടാ, നിനക്ക് എഫിഷ്യൻസി ഇല്ല. മനസ്സിലായില്ലേ? ഇതിനെയാണ് എന്തെന്ന് പറയാ? ലേബർ എഫിഷ്യൻസി എന്ന് പറയാം. എന്താ? ലേബർ എഫിഷ്യൻസി വേരിയൻസ്. മനസ്സിലായില്ലേ? ലേബറിന് എഫിഷ്യൻസി ഇല്ലാത്തതുകൊണ്ട് എത്ര മണിക്കൂർ എടുത്തത്? 20 ഹവറാണ്. മൊത്തം 120 മണിക്കൂർ കൊണ്ട് എടുക്കേണ്ട ജോലി 150 മണിക്കൂർ കൊണ്ടാണ് എടുത്തത്. 120 മണിക്കൂർ കൊണ്ട് എടുക്കേണ്ട ജോലി എടുത്തത് 150 മണിക്കൂർ കൊണ്ടാണ്. മനസ്സിലായില്ലേ? 120 മണിക്കൂർ കൊണ്ട് തീരേണ്ട ജോലി 150 മണിക്കൂർ എടുത്തോന്ന്, 30 മണിക്കൂർ കൂടുതൽ എടുത്തോന്ന്. പക്ഷെ 30 മണിക്കൂർ ഫുള്ള് എന്റെ ഇൻഎഫിഷ്യൻസി കൊണ്ടാണോ? ഒരിക്കലും അല്ല. എന്തുകൊണ്ടാണ്? അതില് 10 മണിക്കൂർ എന്താണ്? ഐഡിയൽ ടൈം വന്നതാണ്. ഐഡിയൽ ടൈം കമ്പനിയുടെ കയ്യിൽ നിൽക്കാത്തതാണ്, വിച്ച് മീൻസ് അൺഎക്സ്പെക്ടഡ് ആയിട്ട് സംഭവിച്ചതാണ്. അപ്പൊ ഇതൊക്കെ കണ്ടുപിടിക്കുന്ന ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായില്ലേ? പ്രൊഡക്ഷൻ ഫേമിൽ മാത്രമല്ല, സർവീസ് സെക്ടറിൽ ഇതൊക്കെ ഉപയോഗിക്കാം, അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഫിനാൻസ് മാനേജർ ബോലോന, നിങ്ങൾ പറയൂ, എന്താ ഇതുപോലെ സംഭവിച്ചു കഴിഞ്ഞാൽ 30,000 രൂപയുടെ കോസ്റ്റ് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക? പുതിയ ജനറേറ്റർ വാങ്ങി വെക്കണതെടുത്ത് കത്തിച്ചോളാം, എന്നിട്ട് പുതിയ ജനറേറ്റർ വാങ്ങും. അപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലല്ലോ. കറണ്ട് പോയി കഴിഞ്ഞാലും ജനറേറ്റർ വെച്ചിട്ട് പ്രവർത്തിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 10 ഹവർ ഐഡിയൽ ടൈം ഇല്ലാതെ പോകാം. ഐഡിയൽ ടൈം ഒഴിവാക്കിക്കൂടെ? മനസ്സിലായില്ലേ? ഇനി ഇയാൾ അങ്ങോട്ട് ആശിക് സാർ അങ്ങോട്ട് വേണ്ടാന്ന് വെച്ചോ. കാരണം എന്താ? അപ്പോ എത്ര മണിക്കൂർ പണിയെടുത്തു? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര മണിക്കൂർ പണിയെടുത്തു? 150 മണിക്കൂറിൽ ഐഡിയൽ ടൈം പോയി കഴിഞ്ഞാൽ, ഐഡിയൽ ടൈം 10 മണിക്കൂറല്ലേ, പോയി കഴിഞ്ഞാൽ ബാക്കി 140 മണിക്കൂർ എടുത്തില്ലേ? 120 മണിക്കൂർ കൊണ്ട് എടുക്കേണ്ട ജോലി 140 മണിക്കൂർ കൊണ്ട് എടുത്തില്ലേ? അപ്പോഴും എഫിഷ്യന്റ് അല്ലല്ലോ. അയാളെ പറഞ്ഞു വിട്ടേക്കുന്നിട്ട് പുതിയ ആളെ നമുക്ക് അപ്പോയിന്റ് ചെയ്യാം. മനസ്സിലായില്ലേ? 20 മണിക്കൂർ കൂടുതൽ എടുത്തില്ലേ? മനസ്സിലായില്ലേ? ഐഡിയൽ ടൈം കാരണം നമുക്ക് വന്നിട്ടുള്ള കോസ്റ്റ് 10,000 രൂപ. ഇങ്ങേരുടെ ഇൻഎഫിഷ്യൻസി കാരണം, ആഷിക് സാറിന്റെ ഇൻഎഫിഷ്യൻസി കാരണം വന്നിട്ടുള്ള കോസ്റ്റ് 20,000 രൂപ. എങ്ങനെ സാറേ? ഞാൻ പേയ്മെന്റ് ഒന്നും കൂട്ടിയിട്ടില്ല, 1000 രൂപയാണ്. സ്റ്റാൻഡേർഡ് റേറ്റ് എത്രയാണ്? 1000 രൂപയാണ്. ഇപ്പൊ ഇൻറ്റു 1000, 10 മണിക്കൂറിന്, ഒരു മണിക്കൂറിന് 1000 രൂപയാണെന്നുണ്ടെങ്കിൽ 10 മണിക്കൂറിന് 10,000, 20 മണിക്കൂറിന് 20,000. മനസ്സിലായില്ലേ? പക്കയാണോ? കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. അപ്പോ 120 മണിക്കൂർ കൊണ്ട് എടുത്ത ജോലി, 120 മണിക്കൂർ കൊണ്ട് എടുക്കേണ്ട ജോലി 150 മണിക്കൂർ ആയെങ്കിൽ 30 മണിക്കൂർ കൂടുതൽ വർക്ക് ചെയ്തത് ഫുള്ള് ലേബർ കാരണം, ലേബറിന് എഫിഷ്യൻസി കൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടായിരിക്കും? അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഐഡിയൽ ടൈം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ടായിരിക്കും. അപ്പൊ അത് എന്ത് ചെയ്യണം? റെക്ടിഫൈ ചെയ്ത് കറക്റ്റ് ആക്കണം അടുത്ത ഇതില്. മനസ്സിലായില്ല? അടുത്ത അറ്റംപ്റ്റിൽ എന്ന് പറയാൻ പോകുന്നത്. അപ്പൊ ശ്രദ്ധിക്കാം, ഇതെങ്ങനെ കറക്റ്റ് ചെയ്യാം സാറേ? കേസ് 2 ഉണ്ടല്ലോ, ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. കേസ് 2 ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കേസ് 2 എക്സാമ്പിൾ ആയിട്ട് എഴുതുമ്പോ സ്റ്റാൻഡേർഡ് ഹവർ 120, ആക്ച്വൽ ഹവർ 150, ഐഡിയൽ ടൈം വന്നിട്ടുള്ളത് 10 ഹവർ. സ്റ്റാൻഡേർഡ് റേറ്റ് 1000. ഓക്കെ, ഇവിടെ ആക്ച്വൽ റേറ്റ് കൺസിഡർ ചെയ്യണ്ട എഫിഷ്യൻസിയിൽ. ഓക്കെ, ശ്രദ്ധിക്കാം. ആക്ച്വൽ റേറ്റ് ഫുള്ള് ലാബ് റേറ്റ് വേരിയൻസിലാണ് നമ്മൾ എന്ത് ചെയ്യുക? കൺസിഡർ ചെയ്യുക. ഇപ്പൊ ഇവിടെ നോക്കണം. ഓക്കെ, അപ്പോ എങ്ങനെയാണ് വരാ? ഇവിടെ 2 റീസൺസ് ഉണ്ട്. 30,000 രൂപ വരാനുള്ള 2 റീസൺസ് ഉണ്ട്. 30,000 രൂപ കൂടാനുള്ള 2 റീസൺ ഉണ്ട്. ഒന്നെന്താ? ഐഡിയൽ ടൈം ഒന്നതാണ്. ഐഡിയൽ ടൈം എത്രയായിരുന്നു? 10 മണിക്കൂർ. ഇത് ലേബറിന്റെ പ്രശ്നം കൊണ്ടാണോ? അല്ല. 10 മണിക്കൂറിന് 1000 രൂപ, ഒരു മണിക്കൂറിന് 1000 രൂപ വെച്ചിട്ട് 10,000 രൂപ അല്ലേ? അപ്പൊ എന്താ ഫോർമുല ഒന്ന് എഴുതിയേ? ഐഡിയൽ ഹവർ
ഐഡിയൽ ഹവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. എപ്പോഴും സ്റ്റാൻഡേർഡ് റേറ്റ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ആക്ച്വൽ റേറ്റ് ഇവിടെ ലേബർ റേറ്റ് വേരിയൻസിലാണ് ആക്ച്വൽ റേറ്റ് കൺസിഡർ ചെയ്യുള്ളൂ. അത് അവിടെ പോയിട്ടുണ്ട്. ഇവിടെ ഐഡിയൽ ടൈമിൽ എപ്പോഴും സ്റ്റാൻഡേർഡ് റേറ്റ് ആണ് നോക്കുക. ഓക്കെ അല്ലേ? ഐഡിയൽ ഹവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. അപ്പൊ ഇവിടെ എന്ത് വരും? ഇവിടെയാണ് ലേബർ എഫിഷ്യൻസി. ലേബർ എഫിഷ്യൻസി വേരിയൻസ് കമ്പ്യൂട്ട് ചെയ്യുമ്പോഴേ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, സ്റ്റാൻഡേർഡ് ഹവർ മൈനസ് ആക്ച്വൽ, നിങ്ങൾ ശ്രദ്ധിക്കണോ? സ്റ്റാൻഡേർഡ് ഹവർ എത്രയാ? 120 മൈനസ് 150 ചെയ്താൽ ശരിയാവും? ഇല്ല. കാരണം എന്താ? 120 മണിക്കൂർ കൊണ്ട് എടുക്കേണ്ട പണി ആക്ച്വൽ ഹവർ വർക്ക്ഡ് എത്രയായിരുന്നു? എത്ര മണിക്കൂറാ വർക്ക് ചെയ്തത്? 140 മണിക്കൂറല്ലേ ജോലി ചെയ്തത്. മൊത്തം 150 മണിക്കൂറിനാണ് പൈസ തന്നിട്ടുള്ളത്. കിട്ടി. പൈസ തന്നിട്ടുള്ളത് ആക്ച്വൽ ഹവർ പെയ്ഡ് 150 മണിക്കൂർ. മനസ്സിലാവുന്നുണ്ടോ? ആക്ച്വൽ ഹവർ പെയ്ഡ് മൊത്തം പൈസ തന്നിട്ടുള്ളത് 150 മണിക്കൂറിനല്ലേ? അല്ലേ? 150 മണിക്കൂറിന് പൈസ തരണ്ടേ? കാരണം എന്താ? ആക്ച്വൽ ഹവർ പെയ്ഡ് 150 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എന്താ? ഐഡിയൽ ടൈം ഉണ്ടെങ്കിൽ കൂടിയും. ഐഡിയൽ ടൈം എന്ന് പറഞ്ഞാൽ എന്താ? വെറുതെ എന്ന സമയമല്ലേ? അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്ന സമയമല്ലേ? ഞാൻ പൈസ വേണ്ടാന്ന് പറയോ? ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 10 ഹവറിന്റെ പൈസ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടാവില്ലേ? വെറുതെ ഇരുന്ന 10 ഹവറിന്റെ പൈസ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടാവില്ലേ? കാരണം എനിക്ക് അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് 140 മണിക്കൂർ കൊണ്ട് തീർത്താലും 10 മണിക്കൂർ വേറെ ഷൂട്ടിൽ കൊടുത്താലും എനിക്ക് പൈസ കിട്ടും അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഐഡിയൽ ടൈം ഉണ്ടെങ്കിലും ആ ഹവറിന് ഞാൻ എന്ത് ചെയ്യും? പൈസ വാങ്ങും അല്ലെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആക്ച്വൽ ഹവർ പെയ്ഡ് എന്താന്ന് മനസ്സിലായില്ലേ? ആക്ച്വൽ ഹവർ പെയ്ഡില് എന്ത് ഇൻക്ലൂഡ് ആണ്? ഐഡിയൽ ഹവർ ഇൻക്ലൂഡ് ആണ്. ഇപ്പൊ മനസ്സിലായില്ലേ? സ്റ്റാൻഡേർഡ് റേറ്റ് ശ്രദ്ധിക്കുക. ലേബർ റേറ്റ് വേരിയൻസ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ആക്ച്വൽ ഹവർ പെയ്ഡ് എന്താന്ന് മനസ്സിലായില്ലേ? ഇവിടെ ശ്രദ്ധിക്കുക. ആക്ച്വൽ ഹവർ പെയ്ഡ് എന്ന് പറഞ്ഞാൽ 150. ഇതിന്ന് ഐഡിയൽ ഹവർ കുറച്ച് കഴിഞ്ഞാൽ, ഐഡിയൽ ഹവർ എന്ന് പറഞ്ഞാൽ പണി എടുക്കാത്ത ഹവർ കുറച്ച് കഴിഞ്ഞാൽ, ഇത് നിങ്ങളുടെ റീസൺ അല്ലല്ലോ? അല്ല. 140 മണിക്കൂറല്ലേ ആക്ച്വൽ ഹവർ വർക്ക്ഡ്? ശരിക്കും നിങ്ങൾ പണിയെടുത്തത് 140 മണിക്കൂറല്ലേ? 10 മണിക്കൂർ നിങ്ങൾ പണിയെടുത്തിട്ടില്ല, അത് ഓക്കെ, നിങ്ങളുടെ തെറ്റല്ല, ഐഡിയൽ ഹവർ ആണ്. ഓക്കെ, ബാക്കി 140 മണിക്കൂറല്ലേ നിങ്ങൾ പണിയെടുത്തത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻഎഫിഷ്യൻസി എത്രയാണ്? ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് അല്ലെ? സ്റ്റാൻഡേർഡ് റേറ്റ് ഇൻറ്റു 1000. അപ്പോ 20,000 അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? 20,000 പക്കല്ലേ? സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ ആക്ച്വൽ ഹവർ വർക്ക്ഡ് എന്താന്ന് മനസ്സിലായില്ലേ? ആക്ച്വൽ ഹവർ പെയ്ഡ് എന്താന്ന് മനസ്സിലായില്ലേ? അപ്പൊ ലേബർ റേറ്റ് വേരിയൻസ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ആക്ച്വൽ ഹവർ പെയ്ഡ് ആണ് എടുക്കേണ്ടത്. കാരണം എന്താ? അതില് ആക്ച്വൽ ഹവർ പെയ്ഡില് എന്തും കൂടി ഇൻക്ലൂഡ് ആണ്? ഐഡിയൽ ടൈമും കൂടി ഇൻക്ലൂഡ് ആണ്. കാരണം ഐഡിയൽ ടൈമിനുള്ള പൈസയും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കൊടുക്കാറുണ്ട്. ഓക്കെ അല്ലേ? ഇനി ലേബർ എഫിഷ്യൻസി വേരിയൻസ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് കമ്പ്യൂട്ട് ചെയ്യണം? സ്റ്റാൻഡേർഡ് ഹവർ മൈനസ് ആക്ച്വൽ ഹവർ പെയ്ഡ് അല്ല എടുക്കേണ്ടത്, ആക്ച്വൽ ഹവർ വർക്ക്ഡ് ആണ്. കാരണം എന്താ? 150 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കഥയിൽ ചോദ്യം ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തതിന് കാര്യമില്ല. കാരണം എന്താ? 150 മണിക്കൂറില് 10 മണിക്കൂർ പോയിട്ടുള്ളത് ഐഡിയൽ ടൈം ആയിട്ടാണ്. പണിയെടുക്കാണ്ട്, അത് കമ്പനിയുടെ പ്രശ്നം കൊണ്ടാണ്, ലേബറിന്റെ പ്രശ്നം കൊണ്ടല്ല. ബാക്കി 140 മണിക്കൂർ അവൻ പണിയെടുത്തായിരിക്കില്ലേ? ആക്ച്വൽ ഹവർ വർക്ക്ഡ് ആയിരിക്കില്ലേ? ശരിക്കും 120 മണിക്കൂർ കൊണ്ട് എടുക്കേണ്ട ജോലി 140 മണിക്കൂർ കൊണ്ടല്ലേ അവൻ എടുത്തത്. ഇതല്ലേ കറക്റ്റ്? അപ്പൊ 20 മണിക്കൂറാണ് കൂടുതൽ പണിയെടുത്തത്. അത് ഇൻഎഫിഷ്യൻസി, കറക്റ്റ് ഇൻഎഫിഷ്യൻസി 20 മണിക്കൂർ. പക്കയല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോർമുല എങ്ങനെ വരുന്നത്? ലേബർ കോസ്റ്റ് വേരിയൻസ് എന്ന് പറയുന്നത് 3 രീതിയിലുണ്ട്. 2 രീതിയല്ല, 3 രീതിയിലുണ്ട്. ഒന്ന് ലേബർ റേറ്റ് വേരിയൻസ്, മറ്റൊന്നെന്താ? ലേബർ എഫിഷ്യൻസി വേരിയൻസ്, പിന്നൊന്ന് ഐഡിയൽ ടൈം. ഓക്കെ, ലേബർ റേറ്റ് വേരിയൻസ് എങ്ങനെ കാണാം? സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ റേറ്റ് ഇൻറ്റു ആക്ച്വൽ ഹവർ പെയ്ഡ്. ഇതിൽ എന്ത് ഇൻക്ലൂഡ് ആണ്? ഐഡിയൽ ടൈമും ഇൻക്ലൂഡ് ആയിരിക്കും കേട്ടോ. പക്ക. ഓക്കെ, സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ റേറ്റ് ഇൻറ്റു ആക്ച്വൽ ഹവർ പെയ്ഡ്. ഓക്കെ അല്ലേ? സംശയം ഇവിടെയോ? സ്റ്റാൻഡേർഡ് ഹവർ മൈനസ് ആക്ച്വൽ ഹവർ വർക്ക്ഡ് അല്ലേ? ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. ഇവിടെയോ? ഐഡിയൽ ഹവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. ആക്ച്വൽ ഹവർ വർക്ക്ഡ് എങ്ങനെ കിട്ടാ? ആക്ച്വൽ ഹവർ പെയ്ഡിൽ എത്രയാ പൈസ കൊടുത്തിട്ടുള്ളത്, അതിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? ഐഡിയൽ ഹവർ കുറച്ചാൽ മതി. സത്യം പറയുകയാണെന്നാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്ലാസ് എടുക്കാൻ പോയപ്പോഴാണ് ഈ എക്സാമ്പിൾ എനിക്ക് കിട്ടിയത്. പ്രൊജക്ടർ വർക്ക് ചെയ്യുന്നില്ലെന്നേ, ഞാൻ പെട്ടില്ലേ. ഓക്കെ, അപ്പൊ ചുമ്മാ പറഞ്ഞല്ലോ. സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ റേറ്റ്.
ഇവിടെ ആക്ച്വൽ ഹവർ പെയ്ഡ്. അപ്പൊ റേറ്റ് എത്ര കൂടി കഴിഞ്ഞാലും ആക്ച്വൽ ഹവർ പെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഐഡിയൽ ടൈമും കൂടി ഉണ്ടായിരിക്കും. ഐഡിയൽ ടൈമിന്റെ പൈസ നമ്മൾ കൊടുക്കും. മനസ്സിലായില്ലേ? പക്കയല്ലേ? സംശയമൊന്നുമില്ലല്ലോ? പെർഫെക്റ്റ് അല്ലേ? ഒന്ന് ഒരു എക്സാമ്പിളും കൂടി ചെയ്യാം. ഓക്കെ, ആക്ച്വൽ ഹവർ വർക്ക് എന്താണെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഒരു എക്സാമ്പിൾ സ്റ്റാൻഡേർഡ് ഹവർ 120. സ്റ്റാൻഡേർഡ് ഹവർ 120 ഹവർ ആണ്. ആക്ച്വൽ ഹവർ പെയ്ഡ് എന്ന് പറയുന്നത് 150 ആണ്. ആക്ച്വൽ റേറ്റ് എന്ന് പറയുന്നത് 1000 ആണ്. സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുന്നത് 1000 ആണ്. ആക്ച്വൽ റേറ്റ് എന്ന് പറയുന്നത് 1200 ആണ്. ഐഡിയൽ വന്നിട്ടുണ്ടേ 20 ഹവർ ആണ്. ഐഡിയൽ 20 ഹവർ ആണ്. എങ്ങനെ കാണാം? ലേബർ കോസ്റ്റ് വേരിയൻസ് 2 രീതിയിൽ കാണാം. അല്ല 3 രീതിയിലാണ്. ഐഡിയൽ എപ്പോഴും വരണമെന്നില്ല. ഐഡിയൽ എപ്പോഴും ശ്രദ്ധിക്കുക, അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരുന്നതിനാണ് ഐഡിയൽ ഹവർ എന്ന് പറയാം. ആദ്യം ലേബർ റേറ്റ് വേരിയൻസ് പെട്ടെന്ന് കണ്ടുപിടിച്ചേ. സ്റ്റാൻഡേർഡ് ഹവർ മൈനസ് ആക്ച്വൽ ഹവർ. സ്റ്റാൻഡേർഡ് ഹവർ എത്രയാ? 120 മണിക്കൂർ കൊണ്ട്. ലേബർ റേറ്റ് വേരിയൻസാ. നോക്കിയേ, ലേബർ റേറ്റ് വേരിയൻസ്. അപ്പൊ എന്താ? സ്റ്റാൻഡേർഡ് റേറ്റ് 1000 പക്ഷെ 1200 വാങ്ങി അല്ലേ? സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ റേറ്റ് ഇൻറ്റു ആക്ച്വൽ ഹവർ പെയ്ഡ് അല്ലേ? മൊത്തം പണിയെടുക്കുമ്പോൾ, അതായത് ഐഡിയൽ ടൈമും കൂടി കൂട്ടിയിട്ട് എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. അല്ല, എക്സ്ട്രാ എത്ര? 200 രൂപ. ഐഡിയൽ ടൈമും കൂടി കൂട്ടിയിട്ട് എത്ര മണിക്കൂറുണ്ട്? എത്ര മണിക്കൂറാ? 150 മണിക്കൂറാ. അപ്പൊ 200 ഇൻറ്റു 50. സോറി, 200 ഇൻറ്റു 150 കറക്റ്റ് 30,000. അഡ്വൈസ് അല്ലേ? ഐ റിപ്പീറ്റ്, ലേബർ റേറ്റ് വേരിയൻസ് എങ്ങനെ കാണാം? 1000 രൂപ വരണമായിരുന്നു 1 മണിക്കൂറിന് അല്ലേ? പക്ഷെ വാങ്ങിയതോ 1200 രൂപ. 200 രൂപ കൂടുതൽ വാങ്ങിയില്ലേ? എത്ര മണിക്കൂറിന് പൈസ കൊടുക്കുന്നുണ്ട്? ഐഡിയലും കൂടി കൂട്ടിയിട്ടുള്ള എക്സ്ട്രാ കൊടുക്കണം. ഐഡിയലും കൂടി കൂട്ടിയിട്ട് എക്സ്ട്രാ കൊടുക്കണ്ടേ? ആക്ച്വൽ ഹവർ പെയ്ഡിൽ എന്തുണ്ടാവും? ഐഡിയൽ ഹവറും കൂടി ഉണ്ടാവില്ലേ? അതിനുള്ള പൈസ നമ്മൾ കൊടുക്കും. അപ്പൊ 200 രൂപ എക്സ്ട്രാ കൊടുക്കും. അപ്പൊ 30,000 രൂപ. റേറ്റ് കൂട്ടിയിട്ടുണ്ട് 30,000 രൂപ. 200 രൂപയാണ് റേറ്റ് കൂടുതൽ വന്നിട്ടുള്ളത്. മനസ്സിലായില്ലേ? ഓക്കെ. ഇനി ലേബർ എഫിഷ്യൻസി വേരിയൻസ്. അതിനു മുമ്പ് ഐഡിയൽ ഹവർ ചെയ്യാം. ഐഡിയൽ എത്രയാണ്? ഐഡിയൽ ഹവർ എത്രയാണ്? 20 അല്ലേ? ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് എത്രയാണ്? 1000 അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 20. ഇനി ഇവിടെ എത്രയാ? സ്റ്റാൻഡേർഡ് ഹവർ മൈനസ് ആക്ച്വൽ ഹവർ ഇൻറ്റു ആക്ച്വൽ ഹവർ അല്ല, ആക്ച്വൽ ഹവർ വർക്ക്ഡ് അല്ലേ? ആക്ച്വൽ ഹവർ മറക്കരുത്. ആക്ച്വൽ ഹവർ വർക്ക്ഡ് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് അല്ലേ? സ്റ്റാൻഡേർഡ് ഹവർ എത്രയാ? 120 മണിക്കൂർ കൊണ്ട് എടുക്കേണ്ട പണി എത്ര മണിക്കൂറാണ് എടുത്തത്? 150 അല്ല. പണി എടുത്തത് എത്ര മണിക്കൂറാ? ഐഡിയൽ കുറച്ചിട്ട് അല്ലേ? എത്രയാണ്? 150 മണിക്കൂറാണ് മൊത്തം എടുത്തത്. പക്ഷെ അതിൽ 20 എന്താണ്? ഐഡിയൽ ആണ്. ബാക്കി എത്ര ഉണ്ട്? ബാക്കി 130 അല്ലേ? യെസ്, 130. അപ്പൊ സ്റ്റാൻഡേർഡ് റേറ്റ് എത്രയാണ്? 1000. അപ്പൊ എത്ര വന്നു? 10,000. അഡ്വൈസ്. ഇവിടെയും അഡ്വൈസ് അല്ലേ? മൊത്തം എത്ര വന്നുണ്ട്? 30,000 പ്ലസ് 10,000 പ്ലസ് 20,000 60,000 വന്നിട്ടുണ്ട്. ഓക്കെ. ഇനി ലേബർ കോസ്റ്റ് വേരിയൻസ് ഡയറക്ട്ലി കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? എങ്ങനെ? സ്റ്റാൻഡേർഡ് ഹവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ ഹവർ ഇൻറ്റു ആക്ച്വൽ റേറ്റ് ചെയ്താൽ. സ്റ്റാൻഡേർഡ് ഹവർ എത്രയാ? 120 ഇൻറ്റു 1000 മൈനസ് 150 ഇൻറ്റു 1200. ഒന്ന് ചെയ്തേ. 60,000 കിട്ടുന്നുണ്ട് അല്ലെ? ഇങ്ങനെയും ചെയ്യാം ലേബർ കോസ്റ്റ് വേരിയൻസ് കാണാൻ വേണ്ടിയിട്ട്. പക്കയല്ലേ? പെർഫെക്റ്റ് അല്ലേ? സംശയമൊന്നുമില്ലല്ലോ? ആക്ച്വൽ ഹവർ വർക്ക് എന്താണെന്നും ആക്ച്വൽ ഹവർ പെയ്ഡ് എന്താണെന്നും ഒക്കെ മനസ്സിലായില്ലേ? ഇനി മേലെ. ഇനി ലേബർ എഫിഷ്യൻസി വേരിയൻസ് കാണാൻ വേറെ വഴികളും ഉണ്ട്. ലേബർ മിക്സ് വേരിയൻസും ഉണ്ട്. ലേബർ എഫിഷ്യൻസി വേരിയൻസ് വരാൻ 2 കാരണമുണ്ട്. ലേബർ മിക്സ് വേരിയൻസും ലേബർ ഈൽഡ് അല്ല, സബ് എഫിഷ്യൻസി വേരിയൻസ്. ഓക്കെ അല്ലേ? പെർഫെക്റ്റ് അല്ലേ? ഓക്കെ. ഇത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് കേട്ടോ. താങ്ക് യു.